നമസ്കാരം. നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓങ്ങല്ലൂർ വാടാനംകുരിശി പൊയിലൂരിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓങ്ങല്ലൂർ വാടാനംകുരിശി പൊയിലൂരിലാണ് വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പൊയിലൂർ സ്വദേശി ജയയുടെ വീട്ടുമുറ്റത്താണ് സംഭവം. അജ്ഞാതൻ വീടുമുറ്റത്തെത്തി സ്വയം തീകൊളുത്തി മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ആരാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. വീടിന് സമീപത്തെ തെങ്ങിന്റെ ചുവട്ടിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് മൃതദേഹം കാണപ്പെട്ടത്. കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. പുലർച്ചെ മഴ പെയ്തതിനാൽ മൃതദേഹം പൂർണ്ണമായും കത്താത്ത നിലയിലുമാണ്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. തിരുവേഗപ്പുറ പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകൾക്കിടയിലെ റോഡ് തകർച്ച യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സ്പാനുകൾക്കിടയിലെ ടാർ ഇളകിപ്പോന്നാണ് വലിയ വിടവ് രൂപപ്പെട്ടത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകൾക്കിടയിലെ ടാർ ഇളകിപ്പോന്നാണ് പാലത്തിന് മുകളിൽ തകർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത്. 4 ജോയിന്റ് സ്പാനുകൾക്കിടയിലാണ് തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുകയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയ പാലത്തിന് മുകളിലാണ് വീണ്ടും തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ പാലത്തിന് മുകളിലെ സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികൾ അടന്നുപോന്ന് അപകടം സംഭവിച്ചിരുന്നു. തുടർന്ന് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ജനുവരിയിൽ പാലത്തിന് മുകളിൽ 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം 6 മാസം പിന്നീട് മുമ്പ് തന്നെ പാലത്തിന് മുകളിലെ റോഡിന്റെ തകർച്ച ആരംഭിച്ചിരിക്കുകയാണ്. മഴ തുടങ്ങിയതോടെയാണ് സ്പാനുകൾക്കിടയിലെ ടാർ അടന്നുപോന്നുള്ള തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ പാലത്തിന് മുകളിലെ ടാർ ഇളകിപ്പോന്ന് വലിയ കുഴികൾ രൂപപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വാഹനയാത്രയും ബാധിക്കും. ഇതിന് ഉടൻ തന്നെ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം. വരവൂർ ഗ്രാമപഞ്ചായത്ത് PMAY ഗുണഭോക്തൃ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ TY അഷ്റഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV ബാപ്പുട്ടി, PR രാമകൃഷ്ണൻ, PS സുബീഷ്, TM നാസർ, KC ഷീല, പ്രീതി ഷാജു, VK പുഷ്പ, MK ഷെറിൻ, AM ഷംനാസ്, ബിന്ദു നടരാജൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK ബാബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ്, വിഒമാരായ ഹസീന, വർഷ, തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 6 ലക്ഷത്തോളം വീടുകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് കയറിക്കിടക്കുന്നതിനും ഒരു അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 6 ലക്ഷത്തോളം വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ PMAY പദ്ധതിയും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 223 അപേക്ഷകരാണ് പുതിയതായിട്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരെ എല്ലാവരും വിവിധ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയുമായി ലിസ്റ്റിലും ഉൾപ്പെട്ട ആളുകളെ ഒരു 77 കുടുംബങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അവരെ ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പ്രയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ലിസ്റ്റ് അന്തിമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഗ്രാമസഭ വിളിച്ചു ചേർത്തിട്ടുള്ളത്. വരവൂർ പഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരമുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ നിർവഹിച്ചു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും കൈത്താങ്ങാവുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അർഹരായ നിരവധി ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ സഹായോപകരണങ്ങൾ കൈമാറി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TY അഷ്റഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AN സജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ് എന്നിവർ സംസാരിച്ചു. വയോജനങ്ങൾക്കുമുള്ള ഉപകരണങ്ങളുടെ വിതരണമാണ് ചെയ്യുന്നത്. മുഴുവൻ ഉപകരണങ്ങൾക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഇനിയും വരാനുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഉപകരണങ്ങൾ, അത് നമ്മൾ ചില ഉപകരണങ്ങൾ ആളുകൾക്ക്
പ്രായോഗികമായി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് വന്ന ദിവസത്തിൽ തന്നെ അവരെ വിളിച്ചു വരുത്തി അതിൻ്റെ ഉപയോഗം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അവർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്കാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണോ വേണ്ടത് അതെല്ലാം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന കാട്ടാന ശല്യം ശാശ്വതമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. കാട്ടാനകളെ പീച്ചി റിസർവിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ശക്തമായ പ്രതിരോധ സംവിധാനം തീർക്കണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. ജനജീവിതം ദുസ്സഹമാക്കുന്ന കാട്ടാന ശല്യം ശാശ്വതമായി പരിഹരിക്കുക എന്നാവശ്യപ്പെട്ട് നടത്തിവന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാട്ടാന ഇറങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനകീയ ഒപ്പുകൾ ശേഖരിച്ചാണ് നിവേദനം നൽകിയത്. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EM റഷീദ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹംസ അളനാട്, ഷാജഹാൻ അളനാട്, ചേലക്കര മണ്ഡലം സമരവിഭാഗം കൺവീനർ MM മൊയ്തുണ്ണി തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് വനവകുപ്പ് മന്ത്രിയെ നീണ്ടകരയിലെ വസതിയിലെത്തി നിവേദനം നൽകിയത്. പരിഹാര നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വെൽഫെയർ പാർട്ടി നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതായി സംഘം അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഹൈസ്കൂളിലെ മോഡൽ ഇൻക്ലൂസീവ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്കൂൾ കിറ്റ് വിതരണം നടത്തിയത്. നഗരസഭാ ചെയർമാൻ TP ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതിൽ താഴത്തെ നിലയിൽ തന്നെ വലിയ ഹോളുകൾ, ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളായ ഒരുപാട് ആളുകൾ ഈ പട്ടാമ്പി പരിസര പ്രദേശങ്ങളിലുണ്ട്. അവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ആ നഗരസഭ ഓഫീസിൽ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പട്ടാമ്പി നഗരസഭാ പരിധിയിൽ ഇപ്പോൾ വീൽ ചെയർ ആവശ്യമുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 11 ആളുകളുടെ ലിസ്റ്റാണ് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ തന്നെ ഒരു വ്യാപാരി നഗരസഭാ ഉപാധ്യക്ഷ അസ്ന ഹനീഫ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്കൂളിലെ മോഡൽ ഇൻക്ലൂസീവ് ടീച്ചർ ON സിന്ധു, നഗരസഭാ ജനസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം, കൗൺസിലർ CS സുരേഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ടീമാകാം സ്വപ്നങ്ങൾക്കായി എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ച് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തു. അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് VG സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KB പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം KC ഷീല, ഹെഡ് മിസ്ട്രസ് സേതുകുട്ടി, MPTA പ്രസിഡന്റ് ദീപ മണികണ്ഠൻ, സ്റ്റാഫ് സെക്രട്ടറി S സുധീർ എന്നിവർ സംസാരിക്കുകയും പുതുതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേരുകയും ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇവിടെ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അവരൊക്കെ വിചാരിക്കും ഇപ്പോഴും നമ്മൾ ജനപ്രതിനിധികളോ അതിൽ ടീച്ചർമാരോ വിചാരിച്ചാൽ ഇവിടെ സീറ്റ് കിട്ടുമെന്നാണ്. പക്ഷെ കാലം മാറിയില്ലേ? ഇപ്പം എല്ലാം ഓൺലൈനിൽ അപേക്ഷിക്കണം, നമുക്ക് മാർക്ക് വേണം, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. ജില്ലാ പഞ്ചായത്ത്
സമേതം എന്ന് പറഞ്ഞൊരു പദ്ധതി തുടക്കം കുറിച്ചപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ടീച്ചർമാർ തെരഞ്ഞു പിടിച്ച് വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം പോലും ഹോളിഡേയ്സിൽ ക്ലാസ് എടുത്ത് അവർക്കൊരു ആശ്വാസത്തിന് ചായയും ലഘു കടിയൊക്കെ കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റും, നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഓരോ സ്കൂളും എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഫർണിച്ചർ, കെട്ടിടം. ഞാൻ ദിവസം UP ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് കുട്ടികളുടെ ശബ്ദം ഇങ്ങനെ കലവില കേൾക്കുന്നുണ്ട്. അകാലത്തിൽ വിട പറഞ്ഞ ചാലിശ്ശേരി കുന്നത്തുപറമ്പ് സ്വദേശി സുഭാഷിന്റെ കുടുംബത്തിന് വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്ന സംഘടനയുടെ മലപ്പുറം കുന്നുംപുറം യൂണിറ്റ് മെമ്പറായിരുന്ന 47 വയസ്സുള്ള സുഭാഷ് ദിവസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം നിര്യാതനായത്. മരണമടഞ്ഞ മെമ്പറുടെ കുടുംബത്തിന് അസോസിയേഷന്റെ ലൈഫ് ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ ചെക്ക് കുന്നുംപുറം യൂണിറ്റ് പ്രസിഡന്റ് VP പ്രവീൺ, സെക്രട്ടറി N ലിജീഷ്, ട്രഷറർ P പ്രദീപ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് കൈമാറി. അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് ഭാരവാഹികൾ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. KSSPU നേതാവായിരുന്ന K പ്രഭാകരനെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSSPU മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K പ്രഭാകരൻ മാസ്റ്ററുടെ 18ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കെട്ടിടമാണ്. അത് KSSPA പേരിൽ 92 കാലത്തുണ്ടെങ്കിൽ കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊക്കെ ഇന്നെല്ലാം പിരിച്ചുകൊണ്ട് 50 ലക്ഷം പിരിച്ചുകൊണ്ട് അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കെട്ടിടമായിട്ട് മാറിയിരിക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, മകനാണ് പ്രമോദ്, അധ്യാപകനാണ്, അതേപോലെ തന്നെ മകളാണ് പ്രൊഫസറാണുള്ളത്. അതൊക്കെയാണ് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ ആ ജീവിതകാലത്ത് തന്നെ വളരെ കാലം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള മകൻ വ്യക്തിയാണ് പ്രഭാകരൻ മാഷ് എന്ന അടക്കം നമ്മൾ മനസ്സിലാക്കണം. എന്നേക്കാൾ ധാരാളം അറിയുന്ന വ്യക്തികളാണ് ഇന്നിവിടെ ഇരിക്കുന്ന പല ആൾക്കാരും എന്ന് എനിക്കറിയാം. ആ പ്രഭാകരൻ മാഷ് അദ്ദേഹം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തി അത് പ്രാവർത്തികമാക്കുന്നതുവരെ പിന്നെ അഹോരാത്രം പരിശ്രമിച്ച് ുള്ള മകൻ വ്യക്തിയാണ് പ്രഭാകരൻ മാഷ്. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയിൽ വന്ന ശേഷം അദ്ദേഹം ഇത്രയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ടും അത് കഴിഞ്ഞ ശേഷം ജില്ലാ സെക്രട്ടറി 2003 കഴിഞ്ഞ ശേഷം സംസ്ഥാനത്ത് സ്ഥാനം വഹിക്കുന്നത് എന്താ സ്ഥാനമുള്ള സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇപ്പോഴും അദ്ദേഹവും പഴനിമാഷെല്ലാം കൂടിയിട്ട് അവിടെ പോയിട്ടുള്ള കാര്യം അടക്കം എനിക്ക് ഓർമ്മ വരികയാണ്. ഇതോടൊപ്പം SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പെൻഷൻകാരുടെ മക്കൾ, പേരമക്കൾ എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു. M രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. AP മുരളീധരൻ, KM ഉണ്ണികൃഷ്ണൻ, M രാമചന്ദ്രൻ, KR മോഹൻദാസ്, P സുധാകരൻ, M അച്യുതൻ, NG പിള്ള, വേണു പെരുമടിയൂർ, AS വിജയൻ, KM ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.